പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപാട് വില കൊടുക്കുന്നവരാണ്. ഇന്നത്തെ എത്തിക്സ് ഇതൊരു ക്യാരക്ടർ ഗ്രാമീണ വിശാലകാലങ്ങളിൽ ഫാൻറ്റസിയിലൊക്കെ മനുഷ്യനില്ല എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ല. അത്രത്തോളം ബലഹീനതകൾ ഉണ്ടായിരിക്കുന്നത് നവദോഷങ്ങൾ നമുക്കൊക്കെ വിടുന്നത് നാശത്തിന്റെ കുഴിയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രാഹു ദശാവഹാര കാലങ്ങളിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ വിഷയങ്ങളിൽ തലവെക്കാതെ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ ലൈഫ് കോഴ്സ് എന്താണോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ പർപ്പസ് എന്താണ് അതിലേക്ക് മാത്രം ഫോക്കസ് മുന്നോട്ട് പോവുക. ഈശ്വര സേവയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ രാഹുവല്ല അനുഗ്രഹിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ ഇളക്കി മറിയുന്നു സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു മാനിപ്പുലേറ്റീവ് സോഷ്യൽ മീഡിയ ഇതിലൊക്കെ സമയം കളയാതെ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്ത് ഡിസ്ട്രാക്ഷൻ പ്രൊക്രാസ്റ്റിനേഷൻ അതിൽ നിന്നൊക്കെ ചാടണം. അതിനകത്തൊന്നും തല വെച്ച് കൊടുക്കരുത്. രാത്രി ആളാണ് ഉപയോഗിക്കപ്പെട്ടവരും തല വെപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. ഈ രാത്രിയുടെ ഫാൻറ്റസിനെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ കുറിച്ചുള്ള ഒരു പാരഗ്രാഫിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയുന്നത് ഫിസിക്സൊക്കെ പറയുന്ന പോലെ തന്നെ കോവിഡിയുടെ ആഡിക്ഷൻ. അത് നിങ്ങളുടെ ഫാൻറ്റസി ഏതാണെന്ന് അറിയണമെങ്കിൽ ഫോൺ വെബ്സൈറ്റുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഏത് കാറ്റഗറി റോളാണ് എന്നുള്ളതിനനുസരിച്ചാണ് നിങ്ങളുടെ ഫാൻറ്റസി പഠനത്തിന് നടത്തുന്നത്. അപ്പോൾ അതിന് മടിക്കാവാതിരിക്കുക. സമയം വല്ലാണ്ട് നിങ്ങളെ അറിയുന്നു. അതേപോലെ അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തികൾ, അതേപോലെ കൃത്രിമമായിട്ടുള്ള ഭക്ഷണങ്ങൾ, കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഇലൂഷൻസ്, ഇതെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കാൻ പറ്റും. ഈ രാഹുവിന്റെ അപഹാര കാലഘട്ടത്തിൽ ഈശ്വരത്തെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമുക്ക് എപ്പോഴും മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും സെലിബ്രിറ്റി മൈൻഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ ഒരു ലൈഫിനെ ഫാൻറ്റസിയൊക്കെ ചിന്തിച്ചു കൊടുക്കുന്നത്. അതുപോലെയാണ് വാസ്തവത്തിൽ പുറമേ കാണിക്കുന്നവരല്ല എല്ലാവരും ജീവിതം. എല്ലാ വ്യക്തികളും പൂർണ്ണതയില്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്നുള്ളത് ഇത് പരസ്പര കാര്യങ്ങളാണ്. ഇപ്പോഴും ഒരുപക്ഷെ സാധാരണക്കാരായിരിക്കും പല സെലിബ്രിറ്റീസ്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഭ്രമം വരും. അതൊക്കെ ഈശ്വരകാര്യം നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള ഫോക്കസ് വിശ്രമം അത്യാവശ്യം ഉറക്കം നല്ല ഭക്ഷണം. ശനി പരിമിത പ്രശ്നങ്ങളാണ് താല്പര്യം പൂർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ ടേസ്റ്റ് മാത്രമേ. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ്, അതേപോലെ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ മനുഷ്യന് മാനസികമായിട്ടുള്ള വിഷയമേൽക്കാനുള്ള അവസ്ഥ, അതേപോലെ വിഷബാധ ഉള്ള സാധ്യതകൾ, ഭക്ഷണം ഒക്കെ ഫുഡ് അലർജി വരാനുള്ള സാധ്യതകൾ, അലർജിക്ക് കുട്ടികളുണ്ട്, ഇതൊക്കെ സാധ്യതയാണ്. അതുപോലെ വനം, അതുപോലെ ഒറ്റയ്ക്കുള്ള യാത്രകൾ, അതേപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ പോകാൻ നമുക്കുള്ള ആഗ്രഹങ്ങളാണ്. പക്ഷെ അവിടേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുവാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കാവുകളിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചുകൊണ്ട് കാവുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, തണ്ണീർ തടങ്ങൾ, റിലേഷൻഷിപ്പിനകത്ത് പെയിൻ നടത്താതിരിക്കുക, നമ്മളായ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക, സർപ്പക്ഷേത്രങ്ങൾ, സർപ്പ വിഷയങ്ങളിലൊക്കെ നന്നായിട്ട് നടക്കുക, ഇതൊക്കെ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, കരിമരം, നീലമരത്, കളമ്പ് പോലുള്ള വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കുക, ശത്രുസ്ഥാനങ്ങളിൽ നിന്ന് മാനസികമായിട്ട് അകർച്ചയുള്ളവരും മാനസിക ബുദ്ധിമുട്ട് തരുന്നവരും നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയില്ലാത്തവരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഗുണങ്ങൾ തരാതെ നിങ്ങളുടെ വളർച്ചയെ നിർദ്ദേശിക്കുന്ന ബന്ധങ്ങളും ഒന്ന് അകന്നു നിൽക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നല്ലതായിരിക്കും. മനസ്സമാധാനവും ഉണ്ടാവും. ഇക്കാലങ്ങളിൽ ഇതിൽ വാങ്ങിച്ച് കഴിക്കാതെ കാരണം പലതരത്തിലുള്ള കൈവശങ്ങളുണ്ട്. ഒരു വിഷയം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആളുടെ മാനസിക ഫലം ആ ഡിഷിന് വർക്കിയും അതുപോലെ തന്നെ കൈവശങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങൾ
ബുദ്ധിമുട്ടൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ മാറുന്നത്. അതിൻ്റെ കാര്യം വളരെ റിയലിസ്റ്റിക്കായിട്ട് വെള്ളത്തിൽ മഹാദേവനെ ആശ്രയിച്ച് അനന്തശനായ വിഷ്ണുവിനെ ആശ്രയിക്കുന്നവരാകും ഇങ്ങനെയാണോ ഇതൊക്കെ മനസ്സിലാക്കി ഔദ്യോഗികമായിട്ട് അനുഭവിക്കുന്നതിൻ്റെ ആ സ്പിരിച്വൽ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ്. രാമദശ 18 വർഷമാണ് പലരുടെയും ജീവിതത്തിൽ രാഹുവിന്റെ ദശയിൽ ഹൈലി സക്സസ്ഫുൾ ആവുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പേരുടെ ജീവിതമുണ്ട്. എനിക്കും രാഹുവിന്റെ ദശയും വ്യവഹാരമൊക്കെ നന്നായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഭൗതികപരമായിട്ട് മറ്റു പല കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് ഭൗതികപരമായിട്ട് വളർച്ച തരികയും ചെയ്യും. അപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, സത്വദൈവം അനുഗ്രഹിക്കട്ടെ, മഹാദേവൻ അനുഗ്രഹിക്കട്ടെ, ദശനായ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകും. വളരെ നഷ്ടം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് പരിഹാരങ്ങളിൽ നവഗ്രഹങ്ങളിലെ അവസാനത്തെ ഗ്രഹമായിട്ടുള്ള കേതുവിനെ കുറിച്ചാണ്. കേതുവിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാം. വീണ്ടും ആ വീഡിയോ ശരിക്കുള്ള സ്റ്റഡി പോലെ മാസ്റ്റർ ക്ലാസ്. അപ്പം അത് വീണ്ടും കാണുന്നു. ഓരോ പ്രാവശ്യവും കാണുന്നു. എനിക്ക് പോലും പല സമയങ്ങളിൽ ആ വീഡിയോസൊക്കെ റെഫറൻസ് ആകാറുണ്ട്. വീണ്ടും കാണുക അതിൻ്റെതായ ഉണ്ടാവും. നമ്മളിന്ന് കേതുവിനെ കുറിച്ച് പഠിച്ചു പോകുമ്പോൾ കേതുവിന്റെ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. വളരെ വല്ലാത്ത എക്സ്ട്രീമിസമുള്ള ഒരു കാലത്താണ് കേതുവിന്. കാരണം ഒരു സൈഡിൽ സ്പിരിച്വാലിറ്റിയുടെ അങ്ങേതരവും വേറൊരു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടതയുടെ അങ്ങേറ്റവും ഉള്ള ഒരു കാലം. മതം, റിലീജിയന്റെ കാലഘട്ടം, ഒരു പരിധിവരെ ജ്യോതിഷത്തിന്റെ കാലഘട്ടം, മോക്ഷത്തിന്റെ കാലഘട്ടം, അഗ്നിയുടെ കാലഘട്ടം, വ്രണങ്ങളുടെ കാലഘട്ടം, വലിയ വ്രണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള അതിന്റെ പാടുകൾ, മന്ത്രദീക്ഷ, തത്വചിന്തകള്, അതുപോലെ തന്നെ എക്സ്ട്രീം റിലീജിയൻ, ടെററിസം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ, ക്ഷുദ്രകർമ്മങ്ങള്, അതേപോലെ ഭിക്ഷാടനം, ശരീരവും ശിരസും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ, ഗണപതി ഭഗവാന്റെ ശരീരം ശിരസും ചണ്ഡിക തുടങ്ങിയിട്ടുള്ള ദേവതകൾ, ക്ഷുദ്രദേവതകൾ, ആഭിചാര ദേവതകൾ, വളരെ പെട്ടെന്ന് സിദ്ധമാകുന്ന ദേവതകൾ, ഈ മഹാവിദ്യയുടെ പോലെ ആഭിചാരം ചെയ്യാൻ ഉപയോഗിക്കുന്ന ദേവതകളൊക്കെ സമയക്ഷി ദേവതകൾ, ചെവി വന്ന് കമ്പ്യൂട്ടർ നോക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആത്മപിശാചിനി ദേവതകളുണ്ട്, സമയക്ഷി ദേവതകൾ. അത് മുത്തശ്ശി, അതുപോലെ തന്നെ ഷഡ്കർമ്മങ്ങളിൽ മാരണം നടത്തുന്ന പൊതുവെ മറ്റുള്ളവരോട് വൈരാഗ്യം നിമിത്തം ചെയ്യുന്ന അതിശക്തമായിട്ടുള്ള ആഭിചാരങ്ങൾ. അതായത് ന്യൂക്ലിയർ ബോംബിന്റെ സ്ഫോടനവും ശരിക്കും പറഞ്ഞു കേതുവാണ്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റിയാക്ഷൻസ് ഒക്കെ അത് കേതുവാണ്. അതേപോലെ തന്നെ ആരാ ചെയ്തത് എന്ന് പിടിക്കപ്പെടാത്ത ആഭിചാരകർമ്മം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള പെട്ടെന്ന് ഫിസിബിൾ ആവാത്ത നെഗറ്റീവ് ഫോഴ്സ്, അതേപോലെ ഇൻവിസിബിൾ ആയിട്ടുള്ള മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കേന്ദ്രീയ പ്രധാനിച്ചിട്ടുണ്ട്. അതുപോലെ ഗുരുമൂർത്തികൾ,